ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനാണെന്ന് കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് CA റിസൾട്ട് റിയാക്ഷൻ്റെ വീഡിയോ ഞാൻ ഇട്ടതിൽ കമൻറ്റിലായിട്ട് 1, 2, 3 പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു CAനെ കുറിച്ച് അനുഭവം പറയാൻ പറ്റുമോ, CA എങ്ങനെയായിരുന്നു, ഇനി CAക്ക് വരാൻ പോകുന്ന കുട്ടികളോട് എന്താ പറയുക, അങ്ങനെയൊക്കെ കുറച്ച് കമൻറ്റുകളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഈ കണ്ടന്റ് ഇല്ലാതിരിക്കണം, എനിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോഴാണ് കാണുന്നതും. അപ്പോൾ അത് പിന്നെ ഒരാൾക്ക് ഉപകാരം വെച്ചിട്ട് ഞാൻ എന്തുകൊണ്ട് അത് ഇട്ടുകൂടാന്ന് വെച്ചിട്ട് പിന്നെ CAയുടെ എക്സാമിൻ്റെ ടൈം ആയില്ല, അപ്പോൾ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ കൂടി ആവശ്യമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പിന്നെ ഞാൻ ജോബും കൂടി ഒന്ന് സെറ്റ് ആയിട്ട്, എന്നാലും നമുക്ക് CA ഒക്കെ പഠിക്കാൻ നമുക്ക് ജോബ് കിട്ടാനായിട്ടാണല്ലോ, അപ്പോൾ അതുകൂടി സെറ്റ് ആയി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വിചാരിച്ചിട്ടാണ് അത്രയും ഡിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഫുള്ളും എൻ്റെ അനുഭവത്തിൻ്റെ ബേസിസിലാണ്. ഓരോരുത്തർക്കും ഓരോ അനുഭവമായിരിക്കും, അവരുടെ ആഗ്രഹങ്ങളും ചുറ്റുപാടനുസരിച്ചിട്ട് ഓരോരുത്തർക്കും മാറിക്കൊണ്ടിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിലല്ല, ഞാൻ മെയിനായിട്ട് CAക്ക് വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 10ൽ 88% മാർക്ക് ഉണ്ടായിരുന്നു. CBSE ആയിരുന്നു. +2 90% ഉണ്ടായിരുന്നു. എനിക്ക് +2 വരെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കഴിവോ, ഡാൻസോ പാട്ടോ സ്പോർട്സോ അല്ലെങ്കിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ ഒരു ഒന്നുമില്ല. എനിക്ക് ആകെ തരുന്ന സാധനം പഠിക്കുക, എക്സാമിന് കൊണ്ട് എഴുതുക, അതൊരു കഴിവ് പറയാൻ മാത്രം അത്രക്കൊന്നുമില്ല. ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് +2 കഴിഞ്ഞാൽ നമുക്ക് തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണ്. 10 കഴിഞ്ഞാൽ ഞാൻ +2 കൊമേഴ്സ് മാത്സ് എടുത്തു. അതിന് പ്രത്യേകിച്ച് കാണുന്നില്ല, അത് എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിനനുയോജ്യമായിട്ടുള്ള ഒരു കോഴ്സ് +2 കഴിഞ്ഞപ്പോൾ നമുക്ക് ജോബ് വേണം ജീവിക്കാൻ. പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ജോബില്ലാതെ കല്യാണമില്ല, ജീവിതമില്ല എന്നുള്ള അവസ്ഥ കൊണ്ട് ഞാൻ CAക്ക് ചേർന്നു. പിന്നെ മെയിനായിട്ട് എൻ്റെ മാമൻ്റെ ഒരു ഫ്രണ്ട് CA എടുത്തിട്ട് ഫിനാൻഷ്യൽ ഭയങ്കര ഡിഫറൻസ് അയാൾ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വേറെ പ്രത്യേകിച്ച് ഞാൻ CAക്ക് ചേർന്നു. CBT വഴി ചേർന്നു. 2 മാസം ക്രാഷ് കോഴ്സിൽ പോയി പാസ്സായി. ഇന്റർ സെക്കൻഡ് ഗ്രൂപ്പും 2 അറ്റംപ്റ്റ് എടുത്തു, ഫസ്റ്റ് ഗ്രൂപ്പ് 1 അറ്റംപ്റ്റ് എടുത്തു. ചാപ്റ്ററിൽ തൃശ്ശൂരിൽ നിന്നാണ് അതൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അതിനുശേഷം ആർട്ടിഫിഷ്യൽ 2 കൊല്ലം വേണുഗോപാലിൻ്റെ ഓഫീസിൽ ചെയ്തു. അവിടുത്തെ ഫുട്ബോളിൽ കളിക്കുന്ന ടീമിൻ്റെ ജേഴ്സിയാണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫൈനൽ 2 കൊല്ലം എടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സ്ട്രഗിളും അതേസമയം ഒരുപാട് പെയിനും ഡിപ്രഷൻ, കുറേ സ്ലീപ്ലെസ് നൈറ്റ്സ്, കുറേ പെയിൻ എന്താണെന്ന് നമുക്ക് ചില സമയത്ത് നമ്മൾ ചെയ്യാത്തതിൻ്റെ വേദനകളും ചില സമയത്ത് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളുടെ കുറ്റബോധവും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റൊക്കെ ഞാൻ അനുഭവിച്ചിരിക്കുമ്പോൾ 2 കൊല്ലത്തിൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ 2 കൊല്ലം പോലെ ഞാനൊരു ഡിപ്രഷൻ പിടിച്ച സ്റ്റേജിലാണ് വിചാരിക്കുന്നത്. പക്ഷേ ഈ സ്ട്രഗിൾസാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഇപ്പോൾ വലിയൊരു വിജയത്തേക്ക് എത്തിയിട്ടില്ല, ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ള വിജയത്തേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതെനിക്ക് പക്ഷേ എനിക്കൊരു ഫ്യൂവൽ, ഒരു പെട്രോൾ, അതിൻ്റെ ഒരു തിരി കൊളുത്താൻ പോലെ എനിക്ക് അതിനൊരു ധൈര്യം തന്നത് ഈ 2 കൊല്ലത്തിൽ അനുഭവിച്ച സ്ട്രഗിൾസ് ആയിരുന്നു. എനിക്ക് CAയിൽ വന്നതുകൊണ്ടൊന്നല്ല, CAയിൽ കൂടെ ഞാൻ അനുഭവിച്ച സ്ട്രഗിൾ ഉണ്ടാകാൻ CAണ്. കാരണം ടഫസ്റ്റ് എക്സാം ആണ്, ടഫസ്റ്റ് എക്സാം ഇൻ ഇന്ത്യയാണ്. ഒരുവിധ ആൾക്കാർ അറിയാം. പക്ഷേ ഇപ്പോൾ ഒരു CA കുറിച്ച് എല്ലാവർക്കും അറിയില്ല. ഞാൻ ഈ ചേർന്ന സമയത്ത് CA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കുക, SIൻ്റെ മേലെയാണോ കീഴാണോ, പോലീസിലത്തെ ഒരു ജോബ് റോളാണെന്നാണ് പലരും വിചാരിച്ചത്. ഞാൻ ഈ CAക്ക് സ്റ്റാർട്ടിങ്ങിൽ ചേർന്ന സമയം, കാരണം അത്ര പോലും CA അധികം ആൾക്കാർ അറിയാത്തൊരു ടൈമായിരുന്നു അത്. പിന്നെ എനിക്ക് CAക്ക് വരാൻ പോകുന്ന കുട്ടികളോട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പഠിക്കാണ്ട്, കഷ്ടപ്പെട്ട് പഠിക്കാണ്ട്, ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. ഇനി അഥവാ വേറെ വഴിയൊന്നുമില്ലാത്തവരാണ്, എന്നെപ്പോലെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ലാത്തവരാണെങ്കിൽ കഷ്ടപ്പെട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. കാരണം ഒരുപാട് പഠിക്കാണ്ട്, പക്ഷേ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കോഴ്സസ് ഇന്ത്യയിലത്തെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു കോഴ്സ് തന്നെയാണ് CA എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് ഇപ്പോൾ ഈ പാസ്സതിന് ശേഷം ഞാൻ വിചാരിച്ച ജോബ് കിട്ടാത്തപ്പോൾ ഞാൻ ഒരുപാട് ആക്കിയിട്ട് ഒരു വ്യക്തിയുടെ കോഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കിപ്പോൾ ഞാൻ വിചാരിച്ച ഏകദേശം രീതിയിലുള്ള ജോബ് കിട്ടിയോണ്ട് എനിക്കിപ്പോൾ CA നല്ല മതിപ്പാണ്. അല്ലെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത കുറിച്ച് നമുക്ക് കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും നടന്നില്ലെങ്കിൽ മോശം പറയുമല്ലോ. അങ്ങനെ കുറച്ച് മോശം പറഞ്ഞിട്ട് CA ഞാൻ ആർക്കും പറഞ്ഞില്ല, എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പക്ഷേ നല്ലൊരു കോഴ്സ് തന്നെയാണ്. നമുക്ക് ബാക്കി ഇന്ത്യയിലത്തെ ഫെമിലിയർ ആയിട്ടുള്ള കോഴ്സസ് വെച്ച് നോക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വൈസ് നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഭയങ്കര തന്നെയാണ്. പക്ഷേ ഭയങ്കര ഹാർഡ് വർക്കാണ്. കാരണം ഒരു പേപ്പർ പൊട്ടി കഴിഞ്ഞാൽ ബാക്കി കുറേ പേപ്പറും ഓട്ടോമാറ്റിക്കലി പൊട്ടും. ഒന്നെടുത്ത ഫ്രീ എന്നുള്ള പോലെയാണ്, ഒരു പേപ്പർ പൊട്ടി കഴിഞ്ഞാൽ 4 പേപ്പർ പൊട്ടി എന്നുള്ള ഫ്രീ എന്നുള്ള രീതിയിൽ തരും. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് അവസാനം CAക്ക് ചേർന്നിട്ട് ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുവിൽ പെട്ടുന്ന അവസരം ആവരുന്നുള്ളതാണ് ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ പറയുന്നത്. പിന്നെ ഇപ്പോൾ പഠിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സ്റ്റഡി പാറ്റേൺ ആണ്. നിങ്ങൾ പഠിക്കുന്ന രീതിയായിരിക്കില്ല ബാക്കിയുള്ളവർ പഠിക്കുക. നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്നെ ജഡ്ജ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ കുറേ ജഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെ കളിയിട്ടുണ്ടായിരുന്നു. എന്ത് പഠിക്കുന്നത് ഇങ്ങനെ കുറച്ച് പാസ്സാവും. പക്ഷേ പറയുന്ന ആൾക്കാർ പാസ്സായിട്ടില്ല. പക്ഷേ അവർ മോശമാണെന്നല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ പല ആൾക്കാരുണ്ടാവും. പഠിക്കുന്ന രീതി തെറ്റാണ്. നിങ്ങൾക്ക് ശരി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ശരി തോന്നണം. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു കോഴ്സാണ് പഠിക്കുന്നത്. അപ്പോൾ ശരി തോന്നുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക. എക്സാം ആവാനായി എല്ലാവർക്കും അതിൻ്റെ ടെൻഷൻ ഉണ്ടാവണം. ടെൻഷൻ ഉണ്ടായാൽ നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കത്തുള്ളൂ. അപ്പോൾ ആ പ്രിക്കോഷൻസ് എടുത്താലാണ് നമുക്ക് എക്സാമിന് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ CA കാരണം ഉണ്ടായ മാറ്റങ്ങളാണ്. ഞാൻ 10ാം ക്ലാസ് വരെ അധികം അർത്ഥം സംസാരിക്കാത്ത, എന്നാൽ അതിൽ വലിയ വിഷമില്ലാത്ത ആ ഒരു ടൈപ്പ് കുട്ടിയായിരുന്നു. സ്കൂളിൽ പോവുക, വരിക, വീട്ടിലിരിക്കുക, രാത്രി ട്യൂഷൻ ഞാൻ പോയിരുന്നില്ല. വീട്ടിലെത്തുമ്പോൾ തന്നെ രാത്രിയാവും, പിറ്റേന്ന് പോവുക. ശരി ഞാനൊക്കെ എന്താ ചെയ്തിരുന്നത് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഒരു ഇൻട്രോവേർട്ട് പറയാം. കാരണം ഭയങ്കര കുറച്ച് ഫ്രണ്ട്സുകൾ എനിക്ക് ഗേൾസിനൊക്കെ എനിക്ക് മുണ്ടാന്ന് പറഞ്ഞാൽ കൊലപാതകുറ്റം ചെയ്യാനുള്ള ഒരു ധൈര്യം വേണമെന്നുള്ള പോലെയാണ് എനിക്ക് അന്നുണ്ടായിരുന്നത്. കാരണം അത്രയ്ക്ക് ഞാനൊരു പേടിത്തൊണ്ടൊരു തമ്മിൽ ഒക്കെ ഭയങ്കര ഒരാളായിരുന്നു. +2 ആകുമ്പോൾ കുറച്ചും കൂടി ഫ്രണ്ട്സൊക്കെ ആയി തുടങ്ങി. എനിക്ക് കുറച്ച് ഞാൻ ആൾക്കാർക്ക് മിങ്കിൾ ചെയ്യാൻ തുടങ്ങി. അതിലെനിക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് കഴിവില്ലാത്തതുകൊണ്ട് CAക്ക് വന്നു. ഫൈനലി എനിക്ക് കൊറോണ ടൈം ആയതുകൊണ്ട് എനിക്ക് നേരവണ്ണം ഓഫ്ലൈൻ ക്ലാസ്സസ് കിട്ടിയില്ല. ഫിസിക്കൽ ക്ലാസ്സൊന്നും അറ്റൻഡ് അറ്റൻഡ് ചെയ്യാനില്ല. അന്ന് ഒക്കെ റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ആകെ അറ്റൻഡ് ചെയ്ത ഒരൊറ്റ പേപ്പർ മാത്രമാണ്. 8 പേപ്പർ ഉണ്ട് ഫൈനൽ. അതിൽ ഒരൊറ്റ പേപ്പർ മാത്രമാണ് ഫിസിക്കലി ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് എനിക്ക് കുറേ ഫ്രണ്ട്സ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പുതിയ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ക്ലാസ്സാണ് മെയിനായിട്ട് പുതിയ പിള്ളേരെ കിട്ടുന്നത് അറിയണതും ഒക്കെ ഒരു മെയിൻ സോഴ്സ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഫൈനലിൻ്റെ സമയത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നാമത് എനിക്ക് ഭയങ്കര ബോറിംഗ് ആണ് ഈ ക്ലാസ്സുകൾ പറയുന്നത്. അതിൻ്റെ കൂടെ റേഡിയോ പോലെ ഫോണിൽ റെക്കോർഡ് ക്ലാസ് കേൾക്കാൻ ഒരു അതിനെക്കാട്ടും ബോറിംഗ് ആയിരുന്നു. പിന്നെ വിചാരിച്ച പോലെ അറ്റംപ്റ്റുകൾ പാസ്സാവണില്ല. ഞാൻ പ്ലാൻ ചെയ്ത് 2 അറ്റംപ്റ്റിൽ ഫൈനൽ ക്ലിയർ ചെയ്യുന്നതാണ്. പക്ഷേ 4 അറ്റംപ്റ്റ് എടുത്തു. അതിന്
കൂടുതൽ എടുക്കുന്നവരുണ്ട്, അതിൻ്റെ കുറവ് എടുക്കുന്നവരുണ്ട്. അതൊക്കെ അവരുടെ കഴിവ് പോലെ ഇരിക്കും. പക്ഷേ എന്നാലും ഞാൻ പ്ലാൻ ചെയ്ത പോലെ ആവാത്തതിന് എനിക്ക് ഇതുവരെ സ്മൂത്തായിട്ടെല്ലാം പാസ് ചെയ്തുകൊണ്ടാണ് ഒരു പാസ്സാവാത്തതിൻ്റെ പെയിനും സത്യമായ ജീവിതത്തിൽ ഞാൻ അന്ന് ആ ഒരു ടൈമിലാണ് ഏറ്റവും ഒരു ഡിപ്രഷൻ, വലിയ ഡിപ്രഷൻ അല്ല, പക്ഷേ കമ്പയറബിലിറ്റി ആ ഒരു ടൈം വരെ ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ അനുഭവിച്ച ആ ഒരു ടൈമാണെന്നാണ് എൻ്റെ ഒരു നിഗമനം നിലയാണ്. ഈ 2 കൊല്ലമാണ് ഞാൻ ഫൈനലിൽ എടുത്തിട്ടുള്ളത്. ആ 2 കൊല്ലത്തിലാണ് എനിക്ക് എൻ്റെ പാഷൻ എനിക്ക് എന്താകണമെന്നും എനിക്ക് എൻ്റെ നമുക്ക് ഈ സ്ട്രഗിൾസിൽ നമുക്കൊരു മധുരം കിട്ടുന്ന പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്നും അതൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യാനുള്ള കഴിവും എനിക്ക് എന്തൊക്കെ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ പറ്റില്ലെങ്കിൽ എനിക്ക് അതെങ്ങനെയൊക്കെ അതിനുള്ള ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് എന്നെ തന്നെ ഒന്നുകൂടി ഒന്ന് ബോൾഡാക്കാൻ പറ്റിയതാണ് ആ സ്ട്രഗിൾ കൊണ്ട് എനിക്ക് മനസ്സിലായത്. ഈ ഫൈനൽ ടൈമിൽ ഞാൻ അനുഭവിച്ച സ്ട്രഗിൾ എന്ന് വേണമെങ്കിൽ എൻ്റെ റോൾ മോഡൽ എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ബാക്കിയുള്ളവർക്ക് അറിയില്ലെങ്കിൽ എനിക്കറിയാം എൻ്റെ എന്തോരം മാറ്റങ്ങളുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ആ സ്ട്രഗിൾ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഫൈനലിൻ്റെ ടൈമിലുള്ള സ്ട്രഗിൾ. കാരണം ആരും ഇല്ലാത്തൊരു ടൈമാണത്. എനിക്ക് മെയിനായിട്ട് ഈ ഫൈനലിന് പ്രിപ്പയർ ചെയ്യണവരോട് പറയാനുള്ളത്, പറയാൻ എളുപ്പമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ ഞാൻ ആ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. പെയിനൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പെയിൻ അനുഭവിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു പെയിൻ നമ്മൾ എന്തെങ്കിലും അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ്. നോ പെയിൻ നോ ഗെയിൻ എന്ന് പറയുന്ന പോലെ നിങ്ങൾക്കിപ്പോൾ ഭയങ്കര സ്ട്രഗിൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും. നോ വേ, നമുക്ക് നമ്മൾ തന്നെ ഉള്ളൂ എന്നുള്ള രീതിയിൽ മുന്നോട്ട് സ്ട്രഗിൾ ചെയ്താൽ തന്നെയാണ് നമുക്ക് അതിൻ്റെ ഫ്രൂട്ട് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. എനിക്കറിയില്ല എത്ര പേർക്ക് എന്നെ പോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എന്നാണ് സി എ കഴിയുക, കുറേ കാലയിൽ പഠിക്കുന്നത്, ഇന്നെങ്ങാനും തീരുമോ, നാളെങ്ങാനും തീരുമോ. അവരുടെ വീട്ടിൽ നിന്ന് ഞാൻ പൈസ എടുത്തിട്ട് എൻ്റെ ഫീസ് കൊടുക്കുന്ന പോലെയാണ് അവരുടെ വർത്തനം കിട്ടുന്നത്. പക്ഷേ ഞാൻ കുറേ പേർക്ക് അവരുടെ അപ്പനെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചിലർക്ക് കേൾക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല. കേൾക്കുന്നുണ്ടെങ്കിലും നമുക്ക് മറുപടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ പറയുന്ന കാട്ടി നല്ല പാസ്സായിട്ട് ഭയങ്കര സെൽഫ് റെസ്പെക്ട് കിട്ടുന്ന ജോബാണ്. ഞാൻ ശരിക്കും താങ്ക്ഫുൾ ആണ് ആ സ്ട്രഗിൾസിനോട്, ഞാൻ ഫൈനലായ സ്ട്രഗിൾസിനോട്. കാരണം എന്നെനിക്കത് എന്നോട് തന്നെ അഭിമാനം തോന്നുന്ന കുറച്ച് മൊമെൻറ്റുകളും ഞാൻ അതൊക്കെ ഓവർകം ചെയ്ത് വന്നല്ലോ എന്നുള്ളൊരു എനിക്ക് എന്നോട് തന്നെ ഒരു മതിപ്പുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ 4 അറ്റംപ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്, ഓരോരുത്തർക്കും ഓരോ ചിലപ്പോൾ ഇന്നത് എന്നെക്കൊണ്ട് കഴിയുന്നത് നിന്നെക്കൊണ്ട് കഴിയില്ല, നിന്നെക്കൊണ്ട് കഴിയുന്നത് എന്നെക്കൊണ്ട് കഴിയില്ല. എല്ലാവർക്കും ഒരുപോലെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ റാങ്ക് പിടിക്കാൻ പറ്റിയൊന്നുമില്ല. അവസാനം വേഗം നോക്കുക, പഠിക്കില്ല, അത് വേറെ വഴിയില്ല. കഷ്ടപ്പെടുക, സ്മാർട്ട് വർക്ക് പറ്റുന്നത് സ്മാർട്ട് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ഉള്ള വഴി എന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. കാരണം നമ്മളിതിൽ വന്നത് പാസ്സാവാനാണ്, വേറെ വഴിയില്ല. അത് മനസ്സിലാക്കുക, വേറെ വഴിയില്ല. കഷ്ടപ്പാട് തന്നെയാണ്, ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ അനുഭവിച്ച സ്ട്രഗിൾസിൽ എനിക്ക് മെയിനായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റിയ കുറേ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പാഷന് എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റി. അതേപോലെ എനിക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും കൂടി ഒന്ന് ബോൾഡായിട്ട് നേരിടാനും ഞാനെപ്പോഴും എൻ്റെ പഴയ ഇന്നത്തെ ഞാൻ വെച്ചിട്ടാണ് കമ്പയർ ചെയ്ത് പറയുന്നത്, ബാക്കിയുള്ളവർ വെച്ചിട്ടല്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് എന്നെ തന്നെ കുറേ മാറ്റങ്ങൾ എനിക്ക് വരുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി ആ സ്ട്രഗിൾസ് കാരണം. അപ്പോൾ ഞാൻ ഓൾവേസ് ഐ എം താങ്ക്ഫുൾ ടു. എനിക്കിപ്പോൾ കുറേ ഇൻസൾട്ട് ആണെങ്കിലും എന്തായി കിട്ടുകയാണെങ്കിലും ഞാൻ എപ്പോഴും നന്ദി പറയുകയും ചെയ്യാം. നമ്മളെപ്പോഴും നമ്മുടെ ഇൻസൾട്ടിനും സ്ട്രഗിൾസിനെയൊക്കെ അതിന് പാഠം പഠിക്കാൻ വേണ്ടി നോക്കുക. അതിനെ ബ്ലെയിം ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മേലെ കുറേ കരഞ്ഞിട്ടോ വിഷമിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തോ. പക്ഷേ അതൊരു കുറച്ച് സമയത്തേക്ക് വേണ്ടി, ബാക്കി ടൈം അത് നമ്മൾ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് അതിന് നമ്മൾ പഠിച്ച് അത് നമ്മൾ ഫ്യൂവലാക്കാൻ നോക്കുക. നമ്മുടെ ഭാഷയുടെ അല്ലെങ്കിൽ നമുക്ക് കാട്ടി കൊടുക്കാൻ, നമുക്ക് ചെയ്യാനുള്ള കാര്യത്തിൻ്റെ അടിത്തറക്ക് വേണ്ടിയിട്ടുള്ള തീ ആളി കത്തിക്കാൻ വേണ്ടിയിട്ട് അതിന് ഫ്യൂവലാക്കിയിട്ട് ഉപയോഗിക്കുക. അല്ലാതെ നമ്മളതിനെ നമ്മുടെ ഫയറിനെ കെടുത്താനുള്ള വെള്ളമാക്കിയിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ പകരം ഫ്യൂവലാക്കിയിട്ട് ഉപയോഗിക്കുക നമ്മുടെ ആഗ്രഹങ്ങൾ. അതിപ്പോൾ ചെയ്യാനല്ല എന്തായാലും സ്ട്രഗിൾസിനോട് എപ്പോഴും താങ്ക്ഫുൾ പറയുക. കാരണം നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കും. നമ്മൾ ആ പാടത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ അത് വെച്ചിട്ട് മുന്നോട്ട് ഇപ്പോൾ പറയണം, ഞാൻ എൻ്റെ പാഷനൊന്നും ഇതുവരെ അച്ചീവ് ചെയ്തിട്ടില്ല, പക്ഷേ എനിക്കത് അച്ചീവ് ചെയ്യാനുള്ളൊരു ധൈര്യം അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റും, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ശ്രമിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത്രയൊക്കെ ഡയലോഗ് കളിച്ചാലും അവസാനം ഞാനിത് ചെയ്യണമെന്ന് ആഗ്രഹം. എനിക്ക് ചെയ്തില്ലെങ്കിലും അത് ചെയ്യാത്ത സമയത്തും എനിക്ക് ഉണ്ടാവുന്ന ഭവിഷ്യത്തിൽ നേരിടാനുള്ളത് ഇപ്പോൾ നടന്നില്ലെങ്കിൽ ഭവിഷ്യത്തിൽ നേരിടാൻ എനിക്കൊരു ബോൾഡ്നെസ് സ്ട്രഗിൾസ് എനിക്ക് തന്നിട്ടുണ്ടെന്നാണ് എനിക്ക് കാര്യങ്ങളൊന്നുകൂടി റിയലിസ്റ്റിക് ആയിട്ട് കാണാനും എനിക്ക് എന്നോട് തന്നെ കുറച്ച് മാറ്റങ്ങളൊന്നും തോന്നിയിട്ടുണ്ട് സ്ട്രഗിൾസ് കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞത് നല്ല ജീവിതം, നല്ല കാലം ഉണ്ടാവും, ചീത്തക്കാലം ഉണ്ടാവും. നല്ല കാലത്ത് നന്നായി എൻജോയ് ചെയ്ത് ജീവിക്കുക, ചീത്തക്കാലത്ത് നമ്മൾ അതിനോട് പൊരുത്തിയിട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ലെസൺസ് പഠിച്ചിട്ടാണ് നമ്മുടെ നല്ല കാലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ അടിത്തറയായിട്ട് ഉപയോഗിക്കുക. എക്സാമാണ്, എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക. നമുക്കതിൻ്റെ ഫ്രൂട്ട് എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ല, കിട്ടാതെ പോകത്തില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് ദൈവമാണെങ്കിൽ പോലും കാര്യമുള്ളവരാണ്. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ എത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അത്രത്തോളം നമുക്ക് പരീക്ഷ അടക്കം നമുക്ക് അതിൻ്റെ ഫ്രൂട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ചില എക്സാം ടഫായിരിക്കും, ചില എക്സാം എളുപ്പമായിരിക്കും. ചില എക്സാം ടഫാകുമ്പോൾ നമ്മൾ അതിൻ്റെ പിറ്റത്തെ എക്സാമിനായിരിക്കും നമ്മൾ എളുപ്പമുള്ള എക്സാം ആയിരിക്കും. പക്ഷേ നമുക്ക് ഈ കഴിഞ്ഞ എക്സാമിൻ്റെ ടഫ്നെസ് ആണ് നമുക്ക് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ പഠിക്കാതെ നമ്മൾ പോകുമ്പോൾ ശരിക്കും ഒരു ട്രിക്കാണ്. നമ്മളൊരു എക്സാം തളർത്തിയിട്ട് എന്നാൽ ആ എക്സാം നമ്മൾ പാസ്സാക്കി വയ്ക്കുക, എന്നാൽ അടുത്ത നമ്മൾ പഠിക്കാത്തതുകൊണ്ട് ആ എക്സാം നമ്മൾ തോറ്റു പോകും. അപ്പോൾ ഈ ടഫാക്കുന്ന എക്സാം എന്തായാലും അവർ ലിബറലൈസ് ചെയ്ത മാർക്കുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് ഓഡിറ്റിംഗ് ഞാൻ പൊട്ടും തോക്കുമെന്ന് വിചാരിച്ചാണ്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് തന്നെ റിസൾട്ട് വരുന്നതിന് മുന്നേ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ സർപ്രൈസിംഗ്ലി ഓഡിറ്റിംഗ് ഞാൻ ജസ്റ്റ് ക്ലിയർ പാസ്സായി വെച്ചത് 40 മാർക്കിന്. എൻ്റെ ഫ്രണ്ടിനെ ആ സമയത്ത് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഓഡിറ്റിംഗ് ആയിട്ടുള്ള ലോ എക്സാമിന് പഠിച്ചു, അതുകൊണ്ട് ലോയും പാസ്സായി. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മിക്കത് ലോന് പൊട്ടിയിട്ട് ഓഡിറ്റിങ്ങിന് പാസ്സാവേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട സമയത്ത് ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്കതിൽ എത്ര കുറ്റബോധം വന്നിട്ട് ഒരു കാര്യമില്ല. ചെയ്യേണ്ട സമയത്ത് തന്നെ ചിലത് ചെയ്യണം. അല്ലാതെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ആലോചിച്ച് കഴിഞ്ഞാലും കുറ്റബോധം തോന്നുന്നതിന് പുറമെ ഒരുപാട് വിഷമം തോന്നും. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പോകും. അപ്പോൾ എല്ലാതും വേണ്ട സമയത്ത് തന്നെ വേണ്ടതുപോലെ തന്നെ ചെയ്യുക വിത്ത് ഓൾ സ്ട്രോങ് മൈൻഡ്.
ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ. വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലായി എന്നറിയാം. അപ്പോൾ ഞാൻ എന്നെ കളിയാക്കി ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും വീട്ടിലിരിപ്പാണ്, വീട്ടിലിരുന്നിട്ട് എപ്പോഴും പുറത്തേക്ക് ഇറങ്ങി. എനിക്ക് വീട്ടിലിരിക്കാൻ പുതിയതായിട്ടൊന്നുമല്ല. എനിക്കാണെങ്കിൽ പഠിപ്പാണെങ്കിൽ ഒന്നെങ്കിൽ പഠിപ്പെന്നുള്ള രീതിയിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു പേരൊക്കെ ഞാൻ വീട്ടിൽ ഹോസ്റ്റലൊക്കെ ഇരുന്ന് അപ്പോൾ അങ്ങനെ കളിയാക്കിയിട്ടുള്ളവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരുപാട് ഇൻസൾട്ട് കിട്ടിയുണ്ട്. അതൊക്കെ പക്ഷേ എനിക്ക് ഞാൻ എൻ്റെ ഫ്യൂവലായിട്ട് തന്നെ ഉപയോഗിച്ച് എൻ്റെ വാശിക്ക് ഉപയോഗിച്ച് അൽഹംദുലില്ലാ അപ്പോൾ CA ക്ലിയർ ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ദിവസം നിങ്ങൾ ഉണ്ടാവുന്ന ആലോചിച്ച് പ്രചോദനമായിട്ട് നിങ്ങൾ കളിയാക്കണ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസൾട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് കേൾക്കാമെന്ന് കരുതിയിട്ട് അതൊക്കെ നിങ്ങളുടെ വാശിക്ക് വളാക്കിയിട്ട് നിങ്ങളെല്ലാവരും പരമാവധി പാസ്സാവാൻ തന്നെ നോക്കാം. അപ്പോൾ എല്ലാവർക്കും CA എക്സാം എഴുതാൻ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളോട് പറ്റും. CA ഒക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്നുണ്ടാവും. ചിലർ ഫിനാൻഷ്യലായിരിക്കും, ചിലർ മെൻ്റലായിരിക്കും, ചിലർ ഇമോഷണലായിരിക്കും, ചിലർ വേറെ രീതിയിലായിരിക്കും. പല രീതിയിലെ സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും. കാരണം നമുക്ക് ഒന്നാമത് പഠിക്കാൻ പറഞ്ഞാൽ ഭയങ്കര സ്ട്രഗിളാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, എപ്പോഴും നിങ്ങൾ താങ്ക്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ സ്ട്രഗിളിനോട് സ്ട്രഗിൾസ് നിങ്ങളെ എപ്പോഴും സ്ട്രോങ് ആക്കത്തുള്ളൂ. നിങ്ങളെപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കുക. ആ സ്ട്രഗിൾ നിങ്ങൾ വേണ്ട രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇംപ്ലൈ ചെയ്താൽ മതി. അതിൻ്റെ ലെസൺ ലേൺ ചെയ്യുക. നിങ്ങൾ എന്നിട്ട് അത് നിങ്ങളുടെ ഭാഷയ്ക്ക്, നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ ഡ്രീമിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുക. അതിന് ലേൺ ചെയ്യുന്ന ലെസൺ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ എന്തുണ്ടോ ബാക്കിയുള്ളവരിൽ എന്തില്ലേ നോക്കിയിട്ട് അതിന് ദൈവത്തോട് സ്തുതി പറഞ്ഞ് മുന്നോട്ട് നീങ്ങുക.